മലമ്പുഴ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു സുന്ദരമായ ഗ്രാമം. പാലക്കാട് ടൗണിന് വളരെ അടുത്താണ് ഈ സ്ഥലം. പ്രകൃതി ഭംഗി നിറഞ്ഞൊഴുകുന്നൊരു സ്ഥലമാണിത് കേട്ടോ. ഇവിടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് പ്രവേശന ഫീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് പോകുന്ന വഴിയാണിത്. പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് വരുന്നത് മുതിർന്നവർക്ക് 30 രൂപയും ചെറിയ കുട്ടികൾക്ക് 10 രൂപയുമാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കകത്തേക്ക് പോവാം. ഇവിടെ നിന്നും കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. കടന്നു ചെല്ലുന്ന ഭാഗത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഉള്ളത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് ഫൗണ്ടൻ നല്ല രീതിയിൽ ഇവിടെ നല്ല പുൽമേടുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ട്രെയിൻ, കുട്ടികളുടെ ട്രെയിൻ പോകുന്ന റെയിലൊക്കെയാണ്. ഇതിനകത്ത് കയറുന്നതിന് വേറെ അഡീഷണൽ പേയ്മെൻ്റ് ഒന്നും വേറെ ഇല്ല. കുട്ടികൾക്ക് അതിൽ കയറിയിരുന്ന് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ അതിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഇതാണ് ട്രെയിൻ. അവരിരുന്ന് ഇങ്ങനെ ഓടിക്കാൻ ശ്രമിക്കലും ഒക്കെ ഉണ്ട്. ഇപ്പം അത് റണ്ണിങ് അല്ലാന്ന് തോന്നുന്നു. അതിൽ കുട്ടികളൊക്കെ കയറിയിരുന്ന് സ്റ്റിയറിങ്ങൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് കുട്ടികളും കുടുംബമൊക്കെ ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉല്ലസിക്കാൻ പറ്റിയ സ്ഥലമാണ്. കണ്ടോ, ഇവിടെ ബട്ടർഫ്ലൈയുടെ ഒരു ഇതുണ്ട്. അതിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. കുറേ പേര് മാറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ, ഒരു കുട്ടി എടുക്കുന്നുണ്ട് ഫോട്ടോ. ഇന്ന് ഓണത്തിൻ്റെ ടൈമായ കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല ചൂടുള്ള ദിവസമാണ്. എന്നാലും വിചാരിച്ചതിലും കൂടുതൽ ആൾക്കാർ മലമ്പുഴ ഡാം കാണാനായിട്ട്, അതിൻ്റെ ഉദ്യാനത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ടും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഡാം വരുന്നത് പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. ഈ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് 1955-ലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റിസർവോയറാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 355 അടിയാണ്. ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയായ മലമ്പുഴ നദിയുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റിസർവോയറിന് ചുറ്റുമുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കും ഗാർഡനും വളരെ മനോഹരമാണ്. പറയാതിരിക്കാൻ വയ്യ. ഗാർഡന് മുകളിലൂടെയുള്ള റോപ്പ് വേ സഞ്ചാരികൾക്ക് നൽകുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പുഴ ഡാമും അതിനകത്ത് വരുന്ന ഉദ്യാനവും വളരെ മനോഹരമാണ് കേട്ടോ. കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് മലമ്പുഴ. ഈ ഡാമിൻ്റെ പ്രധാന നിർമ്മാണ ഉദ്ദേശം എന്ന് പറയുന്നത് ജലസേചന പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1949-ലാണ്. പൂർത്തിയായത് 1955. ഇതിനകത്ത് പ്രധാനമായി ഉള്ള ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലമ്പുഴ അണക്കെട്ട്, പിന്നെ പർവ്വത പശ്ചാത്തലം, പിന്നെ മലമ്പുഴയിലെ ഉദ്യാനം, ചിൽഡ്രൻസ് പാർക്ക്, എക്കോ പാർക്ക്, ജപ്പാൻ ഗാർഡൻ, ഫ്രഷ് വാട്ടർ അക്വേറിയം, സ്നേക്ക് പാർക്ക്, റോപ്പ് വേ, ഫാൻറ്റസി പാർക്ക്, സ്പീഡ് ബോട്ട് സവാരി, തൂക്കുപാലം, യക്ഷി, കാനായി കുഞ്ഞിരാമൻ്റെ ശില്പം, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ഇനി നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം. ഞാൻ മുമ്പ് ഇവിടെ വന്നിരുന്ന സമയത്ത് ഇങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വരുമ്പോൾ ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതായിട്ടാണെന്ന് മനസ്സിലായി. ഇതിലൂടെ നമുക്ക് കടന്നു പോവാം. ഇതിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ്റെ യക്ഷിപ്രതിമയും അതിനടുത്ത് വരുന്ന ബോട്ട് സവാരിയുടെ സ്ഥലവും ഒക്കെ ഉള്ളത്.
നമുക്ക് പോയി കാണാം കേട്ടോ. ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയം അവർ കടത്തി വിടുന്നില്ല. അവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ട്. കുറച്ച് പേരെ, ഒരു മിനിമം ഒരു 50 പേരെയൊക്കെയാണ് ഇതിലൂടെ കടത്തി വിടുന്നത്. അങ്ങ് അകലെ ബോട്ട് ചട്ടി കാണാം. അവിടെ നിന്നാണ് ബോട്ട് സവാരിക്ക് വേണ്ടിയിട്ട് ആളുകളെ കയറ്റുന്നത്. പാലം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത്യാവശ്യം നന്നായി കുലുങ്ങണുണ്ട് കേട്ടോ. ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ജർക്കിങ്ങാണ്. ഇവിടെ കണ്ടോ, യക്ഷി ബൈ കാനായി. കാനായി കുഞ്ഞിരാമൻ്റെ സൃഷ്ടിയാണ് ഈ യക്ഷി പ്രതിമ. മലമ്പുഴയിലെ ഒരു പ്രത്യേക ആകർഷണമാണ് കേട്ടോ. ഇവിടെ കുറച്ച് സമയം നമുക്ക് ഇവിടെ ഇരുന്ന് ആളുകൾ ബോട്ടിൽ കയറുന്നതും ആളുകൾ ഇവിടെ വിശ്രമിക്കുന്നതും റിലാക്സ് ചെയ്യുന്നതും ഒക്കെ ഇരുന്ന് കുറച്ച് നേരം കാണാം കേട്ടോ. ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് പോവാം. തിരിച്ച് നമുക്ക് ഡാമിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് തൂക്കുപാലത്തിലൂടെ കയറി ഇപ്പുറത്തേക്ക് വരാം. നല്ല തിരക്കുണ്ട്. തൂക്കുപാലത്തിൽ കണ്ടമാനം ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പുല്ല് പിടിപ്പിച്ചിരിക്കണതാണോ അതോ പുല്ല് പടർന്ന് നിൽക്കണതാണോ എന്ന് അറിയുന്നില്ല. എന്തായാലും അത്യാവശ്യം നല്ല രസമാണ് നമുക്ക് അതിലേക്ക് കടന്നു വരുമ്പോൾ. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു, ഏതൊരു പ്രശ്നത്തിൻ്റെയും അവസാന പ്രതീക്ഷ നിങ്ങൾ തന്നെയാണ്. കൊള്ളാല്ലേ. ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഡാമിന് മുകളിൽ. വെയിലിൻ്റെ വെളിച്ചം കാരണം വീഡിയോ അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്നാലും ഒരുവിധം എടുത്തിട്ടുണ്ട്. ഇവിടെ ഡാമിലെ ജനത്തിരക്ക് കണ്ടു. സഞ്ചാരികളുടെ ഒരു പ്രളയം തന്നെയാണ് ഇതിൻ്റെ മുകളിൽ. അങ്ങോട്ടേക്ക് അങ്ങറ്റത്തേക്കൊന്നും കടന്നു പോകാൻ വഴി പോലും ഇല്ല. അതുപോലെ തിങ്ങി കൂടിയിട്ടാണ് സഞ്ചാരികൾ വന്ന് നിൽക്കുന്നത്. ഡാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. ഡാമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിന്നിട്ട് ചുറ്റും നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഒരുപാട് ഏരിയ ഉണ്ട് ഈ ഗാർഡൻ.
ഇനി നമുക്ക് തിരിച്ച് പോവാം വീട്ടിലേക്ക്. ഡാമെല്ലാം കണ്ട് ഇറങ്ങി ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക്. നല്ലൊരു അനുഭവമായിരുന്നു ഇവിടുത്തെ യാത്ര. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.